Ciao ciao, welcome to Italy by Mallu's YouTube channel. It's story time. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയേണ്ട ടൈമായി. ഐ ആം സോ എക്സൈറ്റഡ് നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ. പക്ഷേ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ചിലപ്പോൾ മുതിർന്നവർക്ക് ഈ സ്റ്റോറി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ടീനായിട്ടുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്ന് കേൾക്കാൻ പറ്റുന്ന സ്റ്റോറി ആയിരിക്കും. കാരണം അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ്, ഇമോഷണൽ എല്ലാം കൂടെ ചേർന്ന ഒരു 5 years സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു 1, 2, 3 പാർട്ടായിട്ട് പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ ഒരിക്കലും ഞാൻ ആരെയും എൻകറേജ് ചെയ്യിപ്പിക്കത്തില്ല. ഈ സ്റ്റോറി കേട്ടിട്ട് വളരെ ചെറിയ പ്രായത്തിൽ പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം എനിക്ക് 13ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അന്നേരം 18 വയസ്സാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അത് ഭയങ്കര ഒരു ചെറിയ ഒരു പ്രായമാണ്. അപ്പം ഇത് കാണുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ ഒരു ടൈമിൽ പ്രേമിക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്, ഇതുവരെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നാലും ഞാൻ ഇപ്പോഴത്തെ എൻ്റെ മെച്യൂരിറ്റി വെച്ച് ഞാൻ പറയും, പിള്ളേരെ ഒന്നും വളരെ ചെറിയ പ്രായത്തിൽ പ്രേമിക്കാൻ നിൽക്കരുതെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ 2013 എനിക്കിപ്പോൾ 14 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് 18 വയസ്സ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ആദ്യ കുർബാന ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നമ്മൾ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നാട്ടിലെ കാറ്ററിങ് സർവീസ് ചെയ്യുന്ന പയ്യന്മാരിൽ ഒരാളായിരുന്നു എബി. അപ്പോൾ അന്ന് ഇങ്ങനെ കണ്ട് ഞങ്ങളവിടെ എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എബി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്നു, എബി എന്നെ നോക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ക്രഷാണ് തോന്നിയത്. ഇത് ഇഷ്ടത്തിലോട്ട് എത്തുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അന്നേരം കണ്ടപ്പോൾ തന്നെ ഒരു ക്രഷ് തോന്നി. അപ്പോൾ എബി എന്നെ നോക്കുന്നുണ്ട്, ഞാൻ എബിനെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച്, ഇത്രയും ഗ്ലാമറുള്ള ചേട്ടന് വേറെ ലൈനൊക്കെ കാണും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അന്നങ്ങനെ ആ ഒരു ദിവസം പോയി. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ എബി അവിടെ നിൽക്കുന്ന കാണും. പക്ഷെ ഞാനങ്ങനെ നോക്കാനൊന്നും പോയിട്ടില്ല. കാരണം അറിയത്തില്ലല്ലോ, ആൾക്ക് വേറെ ലൈൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയപ്പം, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈനായിരുന്നു എബിയുടെ ഫ്രണ്ട്. എബിയുടെ ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ഇതിങ്ങനെ പറഞ്ഞിച്ച്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിച്ച്, ഇങ്ങനെ കുട്ടീനെ എനിക്കിഷ്ടമാണ്, അപ്പോൾ പോയി പറയുമോ എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എബി ചേട്ടനെ അറിയാമോ? ഞാൻ പറഞ്ഞ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ചേട്ടനല്ലേ? അറിയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എബിയാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അന്നേരം കണ്ടപ്പോൾ തന്നെ, അന്ന് ആദ്യ കുർബാനയ്ക്ക് കണ്ടപ്പോൾ തന്നെ ആൾക്ക് എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ആ ചേട്ടനെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അന്ന് ക്രഷ് തോന്നുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ എന്നിട്ട് അവൾ പറഞ്ഞാൽ നീ ആലോചിച്ചിട്ട് പറ എന്നാണ്. അത് ഞാൻ വിചാരിച്ചാ അപ്പോൾ ആൾക്ക് വേറെ ലൈനൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്നേരം എൻ്റെ വീട്ടിൽ അച്ഛൻ, ചേച്ചി, എൻ്റെ അമ്മച്ചി, അമ്മയുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ ഇവിടെ ഇറ്റലിയിലായിരുന്നു. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇത് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഇഷ്ടമാണെന്ന് പറയാം. കാരണം ഇത്രയും ഗ്ലാമറുള്ള ചേട്ടൻ പിന്നെ വന്നിട്ട് ഇഷ്ടമാണെന്ന്. അന്നേരം ഞാൻ ഇതിലും മെനയായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, പറഞ്ഞത് എനിക്കിഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മറ്റേ ചേട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം തൊട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ ബസ് വരുന്ന ടൈമും തിരിച്ച് വരുമ്പോൾ ഉള്ള ടൈമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂൾ ബസ് കയറാൻ പോകുമ്പോൾ അവിടെ കാണും. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഉണ്ട്, വൈകുന്നേരം നോക്കുമ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനും എബിയുടെ കസിനും പഠിക്കുന്ന ഒരു സ്കൂളിലാണ്. അപ്പോൾ ഒരു സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ എബിയുടെ കസിൻ്റെ അടുത്ത് എബി നമ്പർ കൊടുത്തിരിച്ചു. അപ്പോൾ ഞാൻ നമ്പർ കിട്ടിയോ, ഇനിയിപ്പോൾ വിളിക്കാമല്ലോ. അന്നേരം എനിക്ക് ഒരു കുഴപ്പം അറിയത്തില്ല. എനിക്ക് ഫോണിൽ എങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് അറിയത്തില്ല, വിളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് ഫോണും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അച്ഛൻ്റെ ഫോണിൽ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞാൻ എനിക്ക് അന്നേരം മെസ്സേജ് ഒന്നും അയക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ രാവിലെ 7 മണിക്കൊക്കെ, അന്നേരമൊക്കെ എനിക്ക് ഉറക്കമായിരുന്നു തോന്നുന്നു. അന്നേരം വിളിക്കുമ്പോൾ ഉണ്ട് കോൾ എടുക്കത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് പിന്നെ ഞാൻ സ്കൂളിലോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അച്ഛന്, അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കത്തില്ല. അപ്പോൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കത്തില്ല. പിന്നെ ഞാനത് ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഫോൺ അവിടെ വയ്ക്കും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട്. അപ്പോൾ ഈ 2-3 ദിവസവും അച്ഛൻ ഇങ്ങോട്ട് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ആൾ കാണുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കും ആരാണ്? അപ്പോൾ അവിടെ നിന്ന് പറയും ഇന്നാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്നേരം സോറി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കത്തിയത്. എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം 3 ദിവസം ആയപ്പോഴാണ് എനിക്ക് ബൾബ് കത്തിയത്. ഞാൻ വിളിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നതാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ആളുണ്ട്, തിരിച്ചു വന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ ആളുണ്ട്. അപ്പോഴൊന്നും നമ്മൾ നേരിട്ടൊന്നും സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും. അങ്ങനെ വൈകുന്നേരം വന്നിട്ട് ഞാൻ പിന്നെ അച്ഛൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കട്ടിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് ഞാനാണ് വിളിച്ചുകൊണ്ടിരുന്നത് രാവിലെ തോറും, നാളെ തൊട്ട് ഞാൻ രാവിലെ വിളിക്കും, രാവിലെ എണീക്കണം, രാവിലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. പിന്നെ അടുത്ത ദിവസം തൊട്ട് രാവിലെ അച്ഛൻ എണീക്കുമ്പോൾ ഞാൻ എണീക്കും. എന്നിട്ട് അച്ഛൻ കിച്ചണിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് അച്ഛൻ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ എഴുതി. എന്നിട്ട് അച്ഛൻ കിച്ചണിൽ നിൽക്കുന്നത് ഇങ്ങനെ രഹസ്യമായിട്ട് അച്ഛൻ വരുന്നോ ഇല്ലെന്ന് നോക്കി റൂമിൽ വന്നിട്ട് കോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരമൊക്കെ ആയി. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ നേരം വെളുത്തോടെ എഴുതിയിരിക്കും, ഞാൻ സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ നേരിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അന്നേരം എൻ്റെ വീട്ടുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ ലൈനൊക്കെ പിടിക്കുന്നതിന് മുമ്പേ എന്നെ ഒരിടത്തും വിടത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഇങ്ങനെ അവർക്ക് ബോട്ട് ക്ലബ്ബ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട്, അതായത് അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ അങ്ങനെ ഇറങ്ങിയപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് ഞാൻ എബീനെ വിളിച്ചപ്പോൾ എബി അവിടെ വന്ന് ആ പാർക്കിൽ വന്ന് അന്നാണ് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കണ്ട് സംസാരിച്ച് കൈയൊക്കെ പിടിച്ച് അയ്യോ അതൊക്കെ നല്ലൊരു ഓർമ്മയാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെയൊക്കെ പോയി. അങ്ങനെ വല്ലപ്പോഴും കൂടെ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഇതാണൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പോവും. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ നേരിട്ട് കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പൊക്കി